പശ്ചിമേഷ്യയെ അശാന്തമാക്കി ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമാകുന്നു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ടെലവീവ് ഉൾപ്പെടെ ലക്ഷ്യമിട്ട മിസൈൽ വർഷം ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് തടയാനായില്ലെന്ന് ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടു. ടെഹ്റാൻ ലക്ഷ്യമിട്ട് പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. പശ്ചിമേഷ്യയിലേക്ക് ബ്രിട്ടനും അമേരിക്കയും കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനവും ടെഹ്റാനിലെ വിവിധ ഇടങ്ങളിലും കനത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയത്. ഇന്നലെ മാത്രം ഇറാനിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിലെ ടെൽ അവീവ്, പിറ്റാ ടിക്വ, ഹൈഫ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു. ടെൽ അവീവിലെ മൊസാദ് കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നും ഇറാൻ അവകാശപ്പെട്ടു. അമേരിക്കയിൽ നിന്നും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇറാനെ പിന്തുണയ്ക്കുമെന്ന് ഹൂതികൾ അറിയിച്ചു. ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നുവെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.